നമ്മുടെ വയനാട് യാത്രയിൽ വളരെ യാദൃശികമായിട്ട് നമ്മളൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മളൊരു വീണ്ടും ഒരു റിസോർട്ട് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. ഇത് വയനാട് വൈത്തിരിയിലാണ് വരുന്നത്. വൈത്തിരി നമ്മൾ പരിചയപ്പെട്ടില്ല. പേര് തിരിഞ്ഞിട്ടുണ്ട്. റഷീദേട്ടനാണ് ഇതിന്റെ ഓണർ. പാർട്ണർമാരാണ്, 3 പേരാണ്. 3 പേരാണ്. ഓക്കെ. അപ്പം ഇത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് ബാച്ചിലേഴ്സിനും ഫാമിലിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു വില്ല അല്ലെ, ഹോം സ്റ്റേ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. എന്താ പറയാ, വയനാടിന്റെ ആ ഒരു പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത്. ഇനിയിപ്പം കോഴിക്കോട് നിന്ന് വരുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതായത് വൈത്തിരി തൊട്ടടുത്ത്, ചുരം കഴിഞ്ഞ് വൈത്തിരിന്ന് അടുത്ത് തന്നെ റിസോർട്ടും ഈ വില്ലയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്നു പോയോ? ഒരുപാട് വന്നു പോയി. നല്ല അഭിപ്രായമാണ്, നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങള് പ്രവാസ ജീവിതം അവസാനിപ്പിച്ചപ്പോൾ എന്താകും മുന്നോട്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഇത് എടുത്തു നോക്കുമ്പോൾ കുഴപ്പമില്ല, സാധാരണക്കാർക്കൊക്കെ വന്ന് സന്തോഷിക്കാൻ ഉല്ലസിക്കാനുള്ള സ്ഥലമായിരുന്നു. അതുമാത്രമല്ല, ഈ റിസോർട്ടിൽ വരുന്ന ആളുകൾക്ക് ഇവർ മറ്റൊരു ഓഫർ കൂടെ തരുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന വൈത്തിരി ഫാം സന്ദർശിക്കാനുള്ള ഒരു എൻട്രി കൂടെ ഇതിനോടൊപ്പം ഉണ്ടെന്നുള്ളതാണ്. ഈ വൈത്തിരി ഫാം എന്ന് പറഞ്ഞാൽ ഒരു മിനി സൂ തന്നെയാണ് കേട്ടോ. അവിടെ ധാരാളം പക്ഷികളും മൃഗങ്ങളൊക്കെ ഉള്ള ഒരു മിനി സൂ ആണ്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫാമാണ് വൈത്തിരി ഫാം. അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ സന്ദർശിക്കാം എന്നുള്ളതാണ്. വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു എന്താ പറയാ ഏരിയയിലാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ തൊട്ടടുത്ത് നമുക്ക് പുഴയുണ്ട്. ഇപ്പം എറണാകുളത്ത് നിന്നായാലും കാലിക്കറ്റ് സിറ്റിയിൽ നിന്നായാലും ഒക്കെ തന്നെ അവർക്കൊക്കെ എന്താ പറയാ വളരെ തിരക്കാണല്ലോ. നമ്മൾ തിരക്ക് പിടി ജീവിതത്തിലാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ മാറി കുറച്ച് സ്പീസായിട്ട് കാം ആൻഡ് ക്വയറ്റ് ഒരു പ്രകൃതിയോട് ഇണങ്ങി നമുക്ക് പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ റിസോർട്ടിൻ്റെ ഈ മുന്നിലോട്ട് നോക്കുമ്പോൾ തന്നെ പ്രകൃതിയുടെ ഒരു വളരെ വലിയൊരു മനോഹാരിത, കിളികളുടെ ശബ്ദം, നല്ല തണുപ്പായിരുന്നു. അത് ശരി. തണുപ്പ് പിന്നെ പറയണ്ടല്ലോ, വയനാട്ടിലെ പ്രത്യേകിച്ച് അവിടെ അപേക്ഷിച്ച് തണുപ്പ് കൂടുതൽ. ഓക്കെ. അപ്പം ഈ വില്ലയുടെ പേര് വരുന്നത് ബാംബു കോപ്സ് എന്നാണ്. ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ആയിട്ടും വരാം, എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ശബ്ദം ഉണ്ടാക്കുന്നതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഫുൾ ഫ്രീ ആണ്. പ്രത്യേകിച്ചും എസ്പെഷ്യലി ബോയ്സിനൊക്കെ വന്ന് ചിൽ ഔട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഗംഭീര വില്ല. ഇവിടെ വേറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ഫ്രീ അല്ലേ? എന്തും ചെയ്യാം അല്ലേ? മെയിനായിട്ട് ഞാൻ പയ്യോളിക്കാരനാണ്, വയനാട്ടുകാരനല്ല. അപ്പോൾ ഞാനിവിടെ ടൂർ ഇങ്ങനെ ആഘോഷിക്കാൻ വന്നപ്പോൾ ഉള്ളപ്പോൾ ഒരു പ്രവാസ ജീവിതം ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ വയനാട് തിരഞ്ഞെടുക്കും. വളരെ നല്ല കാം ആൻഡ് ക്വയറ്റ് നമുക്ക് ആ ഒരു തണുപ്പിൽ തണുത്ത അടിപൊളിയായിട്ട് പോവാം. ഓക്കെ.